ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കാൻ പോവുകയാണെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ ലക്ഷ്യം നേടാൻ പോകുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ടെൽനോഫ് എയർബേസ് സന്ദർശനത്തിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. വിവരങ്ങളുമായി ആഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. സെബാസ്റ്റ്യൻ, എന്തായാലും ഈ ഒരു സംഘർഷ സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരും എന്നുള്ളത് ഉറപ്പിക്കുകയാണിപ്പോൾ ഈ ഒരു ഇസ്രയേലിന്റെ മുന്നറിയിപ്പിലൂടെ. എന്താണിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്? സ്വാതി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു അല്പം മുമ്പ് ടെൽനോഫ് എയർബേസിൽ അവിടെ സന്ദർശനം നടത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കാൻ ഞങ്ങൾ പോവുകയാണ്, ആ വഴിയിലാണുള്ളത്, ഉടൻ തന്നെ ലക്ഷ്യം കൈവരിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതേസമയം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ്റെ വ്യോമ മേഖലയാകെ തന്നെ അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി കയ്യിലായി എന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്പം മുമ്പ് പറയുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഇസ്രായേൽ ആരംഭിച്ചിട്ടുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും തുടങ്ങി യുദ്ധതന്ത്രപരമായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയിട്ടുള്ള ഈ സൈനിക ദൗത്യം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതേപോലെ തന്നെ IDF-ൻ്റെ തന്നെ പ്രസ്താവനയിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതേസമയം ഇറാൻ ഇസ്രായേലിലേക്ക്, മധ്യ ഇസ്രായേലിലേക്ക് മിസൈലുകൾ നിരന്തരമായി തൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലൊരു എസ്കലേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലല്ല ഇതിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അല്പം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയും നാം ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ രാജ്യങ്ങൾക്ക് യുദ്ധം ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു യുദ്ധം കലുഷിതമാകുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കാൻ പോവുകയാണ് എന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ആ വിവരങ്ങളാണ് അഗസ്റ്റ് സെബാസ്റ്റ്യൻ നൽകിയത്.